നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലാഭത്തിൽ പുതിയ റെക്കോർഡിട്ട് മുന്നേറുകയാണ് ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സ്. യാത്രക്കാർക്ക് മികച്ച രീതിയിൽ സേവനം നൽകുന്നതിലും കമ്പനി ഒരുപടി മുന്നിൽ തന്നെയാണ്. കുട്ടികൾക്കായി പ്രത്യേക ഇമിഗ്രേഷൻ കൗണ്ടറുകൾ, ചെക്ക് ഇൻ ചെയ്യാനായി സാറ എന്ന റോബോട്ടിന്റെ സേവനം എന്നിവയെല്ലാം യാത്രക്കാർക്കായി അടുത്തിടെ ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ എമിറേറ്റ്സ് ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അതിൽ ഒരുപടി കൂടെ മുന്നോട്ട് പോയിരിക്കുകയാണ് കമ്പനി. പേപ്പർ ബോർഡിംഗ് പാസുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എമിറേറ്റ്സ്. ദുബായിൽ നിന്ന് മെയ് 15 മുതൽ പുറപ്പെടുന്ന യാത്രക്കാർ പ്രിന്റ് ബോർഡിംഗ് പാസിന് പകരം മൊബൈൽ ബോർഡിംഗ് പാസ് ഉപയോഗിക്കണമെന്ന് എമിറേറ്റ്സ് നിർദ്ദേശിച്ചു. ടെർമിനൽ 3-ലെത്തുന്ന യാത്രക്കാർക്ക് ഇമെയിൽ വഴിയോ മെസ്സേജ് വഴിയോ മൊബൈൽ ബോർഡിംഗ് പാസ് ലഭിക്കും. ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്യുന്ന യാത്രക്കാർക്ക് തങ്ങളുടെ ആപ്പിൾ വാലറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ വാലറ്റിലോ ബോർഡിംഗ് പാസ് ലഭിക്കും. എമിറേറ്റ്സ് ആപ്പിലും പാസ് ലഭ്യമാകും. യാത്രക്കാർക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ എമിറേറ്റ്സ് ആപ്പിൽ നിന്നോ ബാഗേജ് രസീത് ലഭ്യമാകും. പേപ്പർ വേസ്റ്റ് കുറയ്ക്കുന്നതിനൊപ്പം വേഗത്തിലും വളരെ എളുപ്പത്തിലും ചെക്ക് ഇൻ ചെയ്യാൻ യാത്രക്കാരെ സഹായിക്കുന്നതാണ് മൊബൈൽ ബോർഡിംഗ് പാസ്. എയർപോർട്ടിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ മൊബൈൽ ബോർഡിംഗ് പാസിലെ QR കോഡ് എമിറേറ്റ്സ് ഏജന്റുമാരോ എയർപോർട്ട് സ്റ്റാഫുകളോ സ്കാൻ ചെയ്യും. എന്നിരുന്നാലും ചില യാത്രക്കാർക്ക് പ്രിന്റ് ബോർഡിംഗ് പാസ് ആവശ്യമാണ്. കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ, പ്രത്യേക സഹായം ആവശ്യമുള്ള ആളുകൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്തവർ, US-ലേക്കുള്ള യാത്രക്കാർ എന്നിവർക്ക് പ്രിന്റ് ബോർഡിംഗ് പാസ് വേണം. അതേസമയം മൊബൈൽ ബോർഡിംഗ് പാസ് എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഉള്ളവർക്കും പ്രിന്റ് പാസ് കിട്ടും. മൊബൈൽ ഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തവർക്കും മെസ്സേജ് ഡെലിവറി താമസിക്കുക, വൈഫൈ, ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിലും പ്രിന്റ് ബോർഡിംഗ് പാസ് ലഭിക്കും. അതേസമയം എക്കാലത്തെയും ഉയർന്ന വാർഷിക ലാഭം നേടിയതായി എമിറേറ്റ്സ് ഇക്കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്. 10.9 ബില്യൺ ദിർഹമാണ് ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭം. ഇതിന് പിന്നാലെ ജീവനക്കാർക്ക് വൻ തുകയുടെ ബോണസാണ് കമ്പനി പ്രഖ്യാപിച്ചത്. എമിറേറ്റ്സിന്റെ ഭാഗമായ 1 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് തങ്ങളുടെ 24 ആഴ്ചയിലെ ശമ്പളത്തിന് തുല്യമായ തുക ബോണസായി നൽകുമെന്നാണ് റിപ്പോർട്ട്. ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ച കാര്യത്തിൽ എമിറേറ്റ്സ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ കിട്ടിയതായി നിരവധി ജീവനക്കാർ സ്ഥിരീകരിച്ചു. കമ്പനി നേടിയ വൻ ലാഭത്തിൽ ജീവനക്കാരെ അറിയിച്ചുകൊണ്ട് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമാണ് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് 24 ആഴ്ചയിലെ ശമ്പളം ബോണസായി ലഭിക്കുന്നതിനുള്ള എല്ലാ അർഹതയും ഉണ്ടെന്നും മെയ് മാസത്തെ ജീവനക്കാരുടെ ശമ്പളത്തോടൊപ്പം ബോണസ് തുകയും വിതരണം ചെയ്യുമെന്നും മെയിലിൽ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.